മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ. ജനുവരി 9-നെടുത്ത പുതിയ കേസിലാണ് റിമാൻഡിലായത്. ലൈംഗികാതിക്രമം, ശാരീരിക പീഡനം, ധനാപഹരണം തുടങ്ങിയ കുറ്റങ്ങൾ പുതിയ പരാതിയിലുണ്ട്. വിദേശത്തുള്ള പരാതിക്കാരി ഉടൻ നാട്ടിലെത്തി രഹസ്യമൊഴി നൽകും. അതിനിടെ തിരുവനന്തപുരത്തേക്ക് ജയിൽ മാറ്റത്തിന് രാഹുൽ അപേക്ഷ നൽകിയേക്കും. 2024 ഏപ്രിൽ 8-ന് പത്തനംതിട്ടയിലെ ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്ന അതിജീവിതയുടെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്തത്. പുലർച്ചെ 4:30-യോടെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച രാഹുലിനെ AIG G പൂങ്കുഴിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് സമ്മതിച്ച രാഹുൽ പരാതിയിലെ മറ്റെല്ലാം നിഷേധിച്ചു. വൈദ്യപരിശോധനയ്ക്ക് രാഹുലിനെ എത്തിച്ചപ്പോൾ വാഹനം തടഞ്ഞുകൊണ്ട് DYFI BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. DNA പരിശോധനയ്ക്കായി രാഹുലിന്റെ രക്തസാമ്പിൾ ശേഖരിച്ചതിനൊപ്പം ലൈംഗിക ശേഷി പരിശോധനയും നടന്നു. പോലീസ് പറയുന്നതാണ് നിയമമെങ്കിൽ പിന്നെ എത്രയോ പേര് ജയിലിൽ കിടക്കണം. മെഡിക്കൽ എക്സാമിനേഷൻ കൊണ്ടുപോയി പൊട്ടൻസി ടെസ്റ്റ് നടത്തി. അപ്പം പുള്ളി സമ്മതിക്കാതെ പുള്ളിയുടെ പൊട്ടൻസി ടെസ്റ്റ് നടത്താൻ പറ്റുമോ? സ്ഥിരം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന രാഹുലിന് ജാമ്യം നൽകരുത് എന്ന് SIT ആവശ്യപ്പെട്ടു. അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതുൾപ്പെടെയുള്ള വിവരങ്ങൾ കോടതി അറിയിച്ചു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റി. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിച്ചത്. 4 മണിയോടുകൂടി അദ്ദേഹത്തിന് മാറാനുള്ള വസ്ത്രങ്ങളുമായി ബന്ധുക്കളും എത്തി. മുണ്ടക്കൈ ദുരിതബാധിതർക്കായി 5000 രൂപ രാഹുലിന്റെ സുഹൃത്ത് ഫെനി വാങ്ങിയെന്നും രാഹുലാണ് ലക്കി ഡ്രോ നടത്തുന്നതെന്ന് ഫെനി പറഞ്ഞതായും യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴി നൽകിയ യുവതി അടുത്ത ദിവസം നാട്ടിലെത്തി രഹസ്യമൊഴി നൽകും. ആദ്യ 2 കേസുകളിൽ നിന്നും അതിവിദഗ്ധമായി രക്ഷപ്പെട്ട രാഹുലിനെ രഹസ്യ നീക്കത്തിലൂടെയാണ് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അഴിക്കുള്ളിലാക്കിയത്. പത്തനംതിട്ടയിൽ നിന്നും ലിജോ റോളൻസ്, മീഡിയ 1.